ഈ വർഷത്തെ ശനീശ്വര ജയന്തി നാളെ മെയ് 27 ചൊവ്വാഴ്ചയാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതഗതി മാറ്റിമറിക്കപ്പെടുന്ന കാലഘട്ടമാണ് ശനിദശാകാലം. കാരണം ശനിദേവൻ നീതിമാനായ, ധർമ്മിഷ്ഠനായ, സത്യമൂർത്തിയായ ദേവനാണ്. ജീവിതത്തിൽ കൃത്യമായി ഒരച്ചടക്കത്തോടെ അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ, തപസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വാക്കും നോക്കും പ്രവൃത്തിയും ശുദ്ധമായ ഒരു വ്യക്തിയാണെങ്കിൽ സർവ്വ ഐശ്വര്യവും നേടിക്കൊടുക്കുന്ന ദേവനാണ് ശനീശ്വരൻ. അല്ലാത്തവർക്ക് ഒരു പക്ഷേ ഇത് ജീവിതം പഠിക്കാനുള്ള, അച്ചടക്കത്തോടെ ജീവിക്കാനുള്ള ഒരവസരമായി മാറും ഈ ശനിദശാ കാലഘട്ടം. ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടായി എന്നും വരാം. പക്ഷേ ഇതൊന്നും തന്നെ ശനിദേവൻ നൽകുന്നതോ അല്ലെങ്കിൽ ശനിദോഷം കാരണമാണ് ഉണ്ടാകുന്നതോ എന്നല്ല സത്യം. വളരെ ഭീതിയോടുകൂടി പലരും കാണുന്ന ഒരു ഗ്രഹമാണ് ശനി. എന്നാൽ ശനിയോ നവഗ്രഹങ്ങളോ ദോഷകാരികളല്ല. യഥാർത്ഥത്തിൽ വേദജ്യോതിഷ പ്രകാരം നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ശക്തിയുടെ ഊർജപ്രവാഹങ്ങൾ മാത്രമാണ്. ഗ്രഹമെന്നാൽ ഗ്രസിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ മുഖ്യ ശക്തി എന്ന് പറയുന്നത് പ്രാണനാണല്ലോ. ആ പ്രാണശക്തിയെ പലതായി വിഭജിക്കപ്പെട്ട് ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ പ്രാണൻ കണ്ണ് എന്ന ഒരു ഇന്ദ്രിയത്തിലൂടെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അതുപോലെ ചെവി എന്ന ഇന്ദ്രിയത്തിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഈ മുഖ്യ പ്രാണൻ വേദജ്യോതിഷ പ്രകാരം 9 തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവയ്ക്ക് ഓരോ ശക്തിക്കും ഈ സൗരയൂഥത്തിൽ നമ്മുടെ പ്ലാനറ്റിൻ്റെ ഗ്രഹങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ പ്ലാനറ്റ്സുമായി ഈ നവഗ്രഹങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കർമ്മസഞ്ചയങ്ങളുടെ ഫലമായി, അതായത് മുൻജന്മ കർമ്മസഞ്ചയങ്ങളുടെ ഫലമായി ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അവരിലേക്ക് എത്തേണ്ടിയിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ പ്രകടനമാകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ തന്നെ ഉള്ളിലെ ഈ പ്രാണശക്തിയാണ്. അതായത് നമ്മൾ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ സോൾ ലെവലിൽ ഒരു തീരുമാനമുണ്ടാകുന്നു. ഇന്ന കാര്യങ്ങൾ ഇനി എടുക്കുന്ന ജന്മത്തിൽ നടക്കണം. അപ്പോഴാണ് ഇന്ന് കർമ്മസഞ്ചയങ്ങൾ തീരുക. ആ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് നടക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക ഈ 9 ഗ്രഹങ്ങളിലൂടെ പ്രകടമാകുന്നു എന്ന് സാരം. സ്വാഭാവികമായും നമുക്കുള്ള സംശയമാണ് എന്തിനാണ് ജ്യോതിഷം നോക്കുന്നത് എന്ന്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഈ അനുഭവങ്ങളെ മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്നത് ഈ നവഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിലൂടെ അത് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിത രീതി ക്രമീകരിക്കുക. ഈ ഓരോ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും അധിപതിയായിട്ട് ഓരോ ദേവീദേവന്മാരുണ്ട്. അവരെ ഉപാസിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഊർജ്ജത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്ന കഠിനമായ അനുഭവങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. 90% കുറഞ്ഞു വരും. ഓരോ ഊർജ്ജ കേന്ദ്രത്തെയും നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് നമ്മൾ സ്വയം ചെയ്യുന്ന ജപധ്യാനത്തിലൂടെയാണ്. നവഗ്രഹ പൂജാക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖാനുഭവങ്ങൾ വരുന്ന സമയ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ശനിദശ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ശനിയെ ഭയപ്പെടുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അതൊരിക്കലും ശനി നൽകുന്ന ദോഷങ്ങളല്ല. നിത്യമായ ഒരു ഉപാസനയിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു ഇഷ്ടദേവത ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ഉപാസനാ ദേവത. നിത്യവും വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഉപാസിച്ചു കഴിഞ്ഞാൽ 90% കഠിനാനുഭവങ്ങളും മാറിപ്പോയിക്കോളും. നിത്യമായിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർ, അല്ലെങ്കിൽ നിത്യവും ദേവീ മഹാത്മ്യം വായിക്കുന്നവർ, അല്ലെങ്കിൽ നിത്യവും ഭഗവത്ഗീത വായിക്കുന്നവർ, ഇവരെയൊന്നും ഒരിക്കലും നവഗ്രഹ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു നിത്യ ഉപാസന ചെയ്യുന്നവർ ഒരിക്കലും ഇതൊന്നും തന്നെ ബാധിക്കില്ല. അല്ലെങ്കിൽ നിത്യവും ക്ഷേത്രദർശനം നടത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും നായ്ക്കൾക്ക്, പശുക്കൾക്ക്, പക്ഷികൾക്ക്, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, ചെടികൾക്കെല്ലാം വെള്ളം കൊടുക്കുക. ഇതൊക്കെ തന്നെ എല്ലാ നവഗ്രഹങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ശനിദോഷത്തിന് മാത്രമല്ല, എല്ലാ നവഗ്രഹങ്ങൾക്കുള്ള പരിഹാരമാണ്.
നമ്മൾ എല്ലാ ദേവതമാരുടെയും ജയന്തികൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ ശനി ജയന്തി പ്രീതി നേടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ്. ശനി അനുകൂലമായാലും പ്രതികൂലമായാലും ശനിദശാകാലത്താണ് ഓരോ വ്യക്തിയിലും ആധ്യാത്മികമായ ഉന്നതി, ഭൗതികമായ ഉന്നതിയൊക്കെ ഉണ്ടാവുക. ഒരു പക്ഷേ നല്ല കടമായിരിക്കും, പക്ഷേ എന്നാലും ശനിദശാകാലത്തായിരിക്കും പലർക്കും വീടുണ്ടാകുന്നത്, സ്വന്തമായി വാഹനം ഉണ്ടാകുന്നത്, ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്നത്. എല്ലാത്തിനുമുപരി ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ പഠിക്കുന്നത് പോലും ഒരു പക്ഷേ ഈ കാലത്തായിരിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളെയും പോലെ തന്നെയാണ് ശനിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജ്യോതിഷപ്രകാരം സൂര്യൻ്റെ ബലക്കുറവ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ സൂര്യൻ്റെ പ്രാണ ഊർജം കുറഞ്ഞിരിക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കുക? ആ ഊർജവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്കെല്ലാം തന്നെ ബലക്കുറവ് വരും. അതായത് കാഴ്ചശക്തി കുറഞ്ഞു വരിക, ഹൃദയ സംബന്ധമായ, മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ സ്ഥിരമായിട്ട് തലവേദനയെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും അവസ്ഥ. പക്ഷേ നിത്യസാധന ചെയ്യുന്നവർക്ക് 90% അനുഭവങ്ങളുടെ കാഠിന്യം കുറഞ്ഞു വരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇതിനടിസ്ഥാനമായിട്ട് പുരാണത്തിലൊരു കഥ തന്നെയുണ്ട്. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി പുതിയതായിട്ട് പലതും സൃഷ്ടിക്കുകയാണ്. പലതരത്തിലുള്ള മരങ്ങൾ, പലതരത്തിലുള്ള മൃഗങ്ങൾ, പലതരത്തിലുള്ള പക്ഷികൾ, അങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന സകലതും ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നതല്ലേ. അപ്പോൾ ദേവന്മാരെല്ലാം വളരെ കൗതുകത്തോടു കൂടി ഓരോ സൃഷ്ടിയെയും വന്ന് കാണും. എന്നാൽ ആർക്കും പ്രത്യേകിച്ചൊരു സന്തോഷമൊന്നും തോന്നാറില്ല. എന്നാൽ ആദ്യമായി അദ്ദേഹം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടി കാണുമ്പോഴാണ് ദേവന്മാർക്കെല്ലാം വർദ്ധിച്ച സന്തോഷവും കൗതുകവും ആകർഷണവും ഒക്കെ തോന്നുന്നത്. അന്നേരം പ്രജാപതി പറയും, ഇതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി വസിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ദേവന്മാരും ദേവിമാരെല്ലാവരും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാനം പിടിച്ചു. അതിൻ്റെ അധികാരികളായി മാറി എന്നാണ് കഥ. ഈ നവഗ്രഹങ്ങൾക്കും ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ സ്ഥാനമുണ്ട്. എല്ലാത്തിനും ഓരോ അതിദേവതമാരും ഉണ്ട്. ആ അതിദേവതമാരുടെ ജപധ്യാനാദികൾ ചെയ്യുന്നത് വഴിയും നമുക്ക് നമ്മുടെ നവഗ്രഹ ഊർജം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശനിയുടെ അതിദേവത കാളിയാണ്. നവരാത്രിയിലെ കാളരാത്രി ഭാവം. കാളി പ്രീതികരമായ ജപപൂജ ധ്യാനം ചെയ്യുക. ശനിയാഴ്ചകളിൽ ഉപ്പ് ഒഴിവാക്കുക. വെജിറ്റബിളായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അർഹിക്കുന്നവർക്ക് ദാനങ്ങൾ നടത്തുക. പിന്നെ നിത്യേന നവഗ്രഹ സ്തോത്രം, ഹനുമാൻ ചാലീസ ജപിക്കുന്നത്. ഹനുമാൻ ചാലീസ ശനിദോഷ ശാന്തിക്കും രാഹു കേതുവിനൊക്കെ ഉള്ള നല്ലൊരു പരിഹാരമാണ്. നാളെ ശനീശ്വര ജയന്തി കൂടി വരുന്ന അമാവാസിയാണ്. മുഴുവൻ സമയവും ജപപൂജാദി കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് അമാവാസിയും പൗർണമിയും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.